കുറച്ച് പഴയ ഡ്രസ്സുകൾ കളയുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. എന്താ വെച്ചാൽ നമ്മുടെ മുകളിലേക്ക് സ്റ്റെയർ കയറുമല്ലോ. അപ്പോൾ സ്റ്റെയർ കയറിയാൽ ഒരു എന്താ പറയുക, ഫുട്പാത്ത് എന്ന് പറയുമ്പോൾ പുറത്തല്ലേ, എന്താ പറയുക, ഒരു സ്പേസ് ഉണ്ട്, ലോങ് ആയിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ മുകളിൽ എന്നോ നമ്മുടെ വലിയൊരു ബാഗിലാക്കി വെച്ച കുറച്ച് ഡ്രസ്സ്, ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു 3-4 ഡ്രസ്സ്. അപ്പം ഇന്ന് മകന് ഞാൻ മുകളിൽ കയറി ഇറങ്ങി വരുന്ന സമയത്ത് മകൻ ചോദിച്ചത് നല്ല ബാഗല്ലേ ബാഗ് നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാഗ് അവന് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിലുള്ള സാധനങ്ങൾ എന്താണ് എന്ന് നോക്കിയതും അത് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത്. അപ്പം നമുക്ക് ചിലത് കുറച്ച് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ആ പ്രിയപ്പെട്ടതിനെ കളയുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ ഒരു സാരിയാണ്. ഇത് കളയാൻ കാരണം ദേ ഇവിടെയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ദ്രവിച്ചു പോയത് കൊണ്ടാണ് ഇത് കളയാൻ ഞാൻ വിചാരിച്ചത്. ദ്രവിച്ചു പോവുകയും കളറ് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി വരുന്നത് ദേ ഇതല്ല മുന്താണി, ഇതാണ് മുന്താണി വരുന്നത്. കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഇവിടെയൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ, എനിക്ക് ചേരുന്നോ? ഇത്രയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞാൽ ഈ മുതൽ ഏതാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? കല്യാണ സാരിയോ? അല്ല, കല്യാണ സാരി അല്ല. എന്നാൽ കല്യാണത്തിന്റെ തലേ ദിവസം നമുക്കൊരു സാരി ഉണ്ടാവൂലേ, ആ സാരിയാണ് ഗായ്സ് ഈ സാരി. കല്യാണത്തലേന്ന് ഓർമ്മകളൊക്കെ അയവിറക്കി പിറ്റേത്തെ ദിവസം മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ളൊരു നാണവും കെട്ടിയോരെ കാണുമെന്നുള്ളൊരു പുഞ്ചിരിയും അവൻ പറഞ്ഞ തമാശകളൊക്കെ ഓർത്തിട്ടുള്ള ചിരിയും ഒക്കെ ആയിട്ടുള്ള തലേ ദിവസം ഉണ്ടല്ലോ, അന്നത്തെ സാരിയാ ഗായ്സ്. ഇത് നല്ല മഴ കേൾക്കുവോ? അപ്പൊ ഇതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഉമ്മയുടെ ആങ്ങള മേടിച്ചു തന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്നെ പറ്റാത്ത എൻ്റെ മാമൻ്റെ ഗിഫ്റ്റായിരുന്നു ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഞാനിത് നല്ലോണം കെയർ ചെയ്യാതെ നിന്നിട്ട് ഇത് പറ്റിപ്പോയ ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിത് കെയർ ചെയ്തിട്ടില്ല. അന്നത്തെ നല്ല വിലയുള്ള സാരിയാട്ടോ. കാരണം മാമന് അന്നും ഇന്നൊക്കെ റിച്ചാണ്, ലോക്കൽ സാധനങ്ങളൊന്നും ആർക്കും മേടിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ഉമ്മാക്ക് തന്നെ ഒരു പെരുന്നാളിനൊക്കെ ആണെങ്കിൽ നൈറ്റി മേടിക്കാൻ 2500 തന്നെ നൈറ്റിയൊക്കെ മാക്സി ഉണ്ടല്ലോ. അപ്പം ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും പറയും, ആ പൈസ ഉണ്ടായി നമുക്കിപ്പോൾ എത്ര എണ്ണം വാങ്ങായിരുന്നു എന്നുള്ളൊരു തമാശ പറയാറുണ്ട്. അത്രമേൽ കുറച്ച് എന്താ പറയുക, ലാവിഷായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നു. അപ്പം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയാ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. മാമ വാങ്ങി തന്നതായിരുന്നു, കല്യാണ തലേന്ന് എടുത്തതായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ കണ്ടപ്പോഴുള്ള സന്തോഷത്തിനെക്കാട്ടിലും ഉപരി ഇത് നമ്മൾ ഒഴിവാക്കുകയാണല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക്. ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ദ്രവിച്ചു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോക്കേസിൽ വെക്കുക എൻ്റെ വിവാഹത്തലേന്നത്തെ സാരി എന്നുള്ള അങ്ങനത്തെ ഒരു പരിഗണന കൊടുക്കുക എന്നല്ലാതെ പിന്നെ ഇപ്പം ഓരോരുത്തർ ഇന്ന് പ്രിസർവ് ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് വല്ല തുമ്പും മട്ടി നമുക്ക് പ്രിസർവ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. കല്യാണ സാരി ഞാൻ പിന്നെ അളമാരയിൽ വെച്ചിട്ട് അതൊക്കെ ദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ടാണെന്നറിയോ, ഒന്നാമത് കാലപ്പഴൊക്കെ ആയിരിക്കും, 16 കൊല്ലം കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടായിരിക്കാം ചിരി വരുന്നു ഗൈസ്. ഇത് അതിൻ്റെ ബ്ലൗസാണ്. ഇത് ഈ സാരിയുടെ ബ്ലൗസാണ്. നിങ്ങളും ചിരിക്കാൻ തയ്യാറായി നിന്നോളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് കയറൂല ഗൈസ്. കണ്ടോ, അന്ന് എനിക്ക് ഇവിടെ ഇത്ര തടിയുള്ളായിരുന്നു, ഇവിടുന്ന് എന്ത് കളി കളിച്ചാലും കയറൂല ഗൈസ്. അപ്പൊ കളി ചിന്തിച്ചാൽ എത്രയോളം വലിയതായിരുന്നു എന്നുള്ളത്. അതങ്ങനെ ഒരു സംഭവം. ഇനി ഇത് ഇവിടെ പറ്റുമോ? ഇത്രേ പറ്റുള്ളൂ. അയ്യോ
അപ്പൊ ഞാൻ അത്രമേൽ മെലിഞ്ഞൊരാളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലോ. ഇത് അതിന്റെ ബ്ലൗസ്. ഇത് എന്റെ കല്യാണ സാരി, ഇക്കാക്ക തന്ന സാരിയുടെ ബ്ലൗസാട്ടോ. ഇതൊക്കെ ഞാൻ തുന്നു പൊട്ടിച്ചെന്നോ എനിക്ക് ഇടാൻ നോക്കിയിട്ടുണ്ടായി. ഇത് പിന്നെയും നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇതാ പിന്നെയും നിന്നിട്ടെന്ന് പറയാനില്ല, ഉറുമ്പഴിച്ചതിന്റെ മാതിരിയായി പോയിട്ടുണ്ട്. പിന്നെ ഇത് കല്യാണ തലേന്ന് രാവിലെ ഉടുത്ത സാരി, അല്ല കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഉടുത്ത സാരി. ഇതിന്റെ സാരി മറ്റേ അളമാറയിലുണ്ട് കേട്ടോ. ഇതെന്റെ രണ്ടാമത്തെ സിസ്റ്ററുമായി തന്നതായി. ഇത്രേ കയറുള്ളൂ. അന്ന് എനിക്ക് ഇത്രേ തടിയുള്ളൂ, ഈ ഒരു തടി മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇത് തലേന്നത്തെ സാരി, ഇത് കല്യാണത്തിന്റെ അന്നേത്തെ സാരി, ഇത് ഇക്കാക്ക കൊണ്ടുവന്ന സാരി. ഇത്രയും സാരിയാണ്. ഇത് പിന്നെ ഒരു പഴയ ഒരു ചുരിദാറാണ്. ഇത് പറഞ്ഞത് പോണം അതും ഞാനും തമ്മിൽ, ചുരിദാറും ഞാനും തമ്മിൽ ഒത്തിരി മാറ്റമുണ്ട്. ഇതെനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു ചുരിദാർ ആയതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ച് പോയത്, ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ആടെ മൂലയിലായി പോയതാണ്. അപ്പം അങ്ങനെയാണ്. ഇതെടുത്ത് കളയുന്നതിന് മുമ്പ് നൊസ്റ്റാൾജി അടിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതൊക്കെ വിറ്റാൽ എവിടെയോ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇത് പട്ടുസാരിയാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ്, പട്ടുസാരി അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകാറ്. പക്ഷെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഒരു പട്ടുസാരി. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് 15,000 രൂപക്ക് മേടിച്ച ഒരു പട്ടുസാരി ഉണ്ട്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ്. അത് എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രസ്സ് എനിക്ക് മേടിച്ചു തന്ന മാമൻ്റെ കല്യാണത്തിൻ്റെ അന്നേക്ക് ഉമ്മാക്കും ഉമ്മാൻ്റെ അനിയത്തിക്കും മാമൻ്റെ ഭാര്യയ്ക്കും സെയിം സാരി കളർ ചേഞ്ച് എടുത്തതാണ്. അപ്പോൾ കല്യാണ പെണ്ണിനാകുമ്പോൾ നമുക്ക് ചെറിയതൊന്നും എടുക്കൂലല്ലോ. 25 കൊല്ലം മുമ്പത്തെ 15,000 രൂപ എന്ന് പറയുന്ന പൈസ ഇന്നൊക്കെയാണെങ്കിൽ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. ആ സാരി ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും സാധനം കളയാൻ വെച്ചപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. സങ്കടം കിട്ടോ, ഉള്ളിൽ സങ്കടം കിട്ടോ. ഒരു രാത്രി സ്വപ്നങ്ങൾ തന്നൊരു രാത്രിയായിരുന്നു അത്. പറഞ്ഞിട്ട് കാര്യമില്ല.